Good morning, dear students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സ്ട്രാക്ട് അൽജിബ്രയാണ്. ഇത് ഗ്രൂപ്പ് തിയറി ആണ് ഫസ്റ്റ്. അതിലപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി ഓപ്പറേഷൻ. എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എസ് ഈസ് എ ഫംഗ്ഷൻ മാപ്പിംഗ് ഫ്രം എസ് ക്രോസ് എസ് ഇൻറ്റു എസ്. അതായത് എസ് ക്രോസ് എസ് നിന്ന് എസ്സിലേക്കുള്ള ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണെന്ത് ബൈനറി ഓപ്പറേഷൻ. ഈ ബൈനറി നമ്മൾ എഫ് ഓഫ് ഇതിന് പകരം സ്റ്റാർ അത്. അപ്പോൾ ഫോർ ഈച്ച് എ കോമ ബി ബിലോങ്സ് ടു എസ് ക്രോസ് എസ് ക്രോസ് എസിൽ ഒരു എലമെന്റ് എടുക്കുക എ ക്രോസ് എ ബി ഓർഡർ പേർ എ ബി. ദെൻ വി വിൽ ഡിനോട്ട് സ്റ്റാർ ഓഫ് എ ബി. അതായത് എ ബിയുടെ ഓർഡർ പേർ എ ബിയുടെ ഇമേജ് നമ്മൾ ഡിനോട്ട് ചെയ്യും ബൈ എ സ്റ്റാർ ബി. അതായത് അപ്പോൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എസ് ക്രോസ് എസ് ന്ന് എസ്സിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് എസ് ഈസ് എ ഫംഗ്ഷൻ മാപ്പിംഗ് from S cross S into S. That is, for each AB belongs to ordered pair AB belongs to S cross S, we will denote the element star of F of AB എന്ന് പറയുന്നതിന് പകരം star of AB of S by A star B. അതായത് എഫ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ ഇമേജിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അത് എയ്ത്ത് എലമെന്റ് ആയിരിക്കും, ബീത്ത് എലമെന്റ് ആയിരിക്കും. ഇതുപോലെ സ്റ്റാർ എവിടുന്നാണ് എസ് ക്രോസ് എസ്സിലേക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റാർ ഓഫ് എഫ് ഓഫ് എക്സിന് പകരം സ്റ്റാർ ഓഫ് എ ബി എന്ന് പറഞ്ഞാല് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക എ സ്റ്റാർ ബി. ഈ എ സ്റ്റാർ ബി എയ്ത്ത് എലമെന്റ് ആയിരിക്കും, എസ് എലമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ബൈനറി ഓപ്പറേഷൻ. എ ബൈനറി ഓപ്പറേഷൻ ഉണ്ട് സെറ്റ് എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മാപ്പിംഗ് ഫ്രം എസ് ക്രോസ് എസ് ടു എസ്. എക്സാമ്പിൾ, യൂഷ്വൽ അഡീഷൻ പ്ലസ് ഇസ് എ സദാ അഡീഷൻ പ്ലസ് ഇസ് എ ബൈനറി ഓപ്പറേഷൻ ഓഫ് ദ സെറ്റ് ആർ. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ അഡീഷൻ പ്ലസ് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അതുപോലെ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ, സാധാ മൾട്ടിപ്ലിക്കേഷൻ രണ്ട് റിയൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷന് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഡിഫറൻസ് ബൈനറി ഓപ്പറേഷൻ ആണ്. അതായത് അതുപോലെ ഇപ്പോൾ അഡീഷന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ബൈനറി ഓപ്പറേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷന് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ബൈനറി ഓപ്പറേഷൻ ആണ്. അതുപോലെ ഡിഫറൻസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ആറിൽ എന്താണ് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അപ്പോൾ പ്ലസ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ എ പ്ലസ് ബി. അതായത് ആർ ക്രോസ് ആറിന് പ്ലസ് ഡിഫൈൻ ചെയ്യാണ്. ആർ ക്രോസ് ആറിന് ആറിലേക്ക് ഒരു ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ പ്ലസ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ വാല്യൂ എ പ്ലസ് ബി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ പ്ലസ് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് ഓൺ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആറ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക, ഡോട്ട് നമ്മൾ സാധാരണ നമ്മൾ ചെയ്താൽ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡോട്ട് ഈസ് എ ബൈനറി ഓപ്പറേഷൻ. കാരണം ഡോട്ട് ഓഫ് എ ബി ഓർഡർ പേർ എ ബി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് പി, അതായത് എ ഇൻറ്റു ബി. അത് എയും ബിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് അതെന്താണ് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അതുപോലെ ഡിഫറൻസ് മൈനസ് ഓഫ് എ കോമ ബി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ് ഒരു ബൈനറി ഓപ്പറേഷൻ. കാരണം എന്താ എ മൈനസ് ഓഫ് എ കോമ ബി പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് എ മൈനസ് ബി ആണല്ലോ. അപ്പൊ എ മൈനസ് ബി, എയും ബിയും റിയൽ നമ്പറാണ്, എ മൈനസ് ബി റിയൽ നമ്പറാണ്. അപ്പൊ മൈനസ് ഓഫ് എ ബി മൈനസ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി നമ്മൾ ഈ ആറിന് പകരം സിയും സെഡും എടുത്ത് വിചാരിക്കാം. സിയും ഇസെഡും അതായത് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു. അതുപോലെ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്, പോസിറ്റീവ് അല്ല, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എടുത്തു. അപ്പൊ പ്ലസ് ബൈനറി ഓപ്പറേഷൻ അല്ലേ. രണ്ട് കോംപ്ലക്സ് നമ്പർ എയും ബിയും എടുത്തു. എ പ്ലസ് ബി വീണ്ടും എന്താണ് ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ എയും ബിയും കോംപ്ലക്സ് നമ്പർ ആണ്, എ പ്ലസ് ബി കോംപ്ലക്സ് നമ്പർ ആണ്. അതുകൊണ്ട് പ്ലസ് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക, എയും ബിയും രണ്ട് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഡോട്ട് ഓഫ് എ ബി എ ഡോട്ട് ബി ആണ്. എയും ബിയും കോംപ്ലക്സ് നമ്പർ ആണ്, എ ഇൻറ്റു ബി പറഞ്ഞാൽ എന്താണ് കോംപ്ലക്സ് നമ്പർ ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ എന്താണ് ഒരു ബൈനറി ഓപ്പറേഷൻ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ. ഇതുപോലെ തന്നെ ഡിഫറൻസ് അങ്ങനെ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇനി സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എടുക്കുക. എയും ബി രണ്ട് ഇൻഡിജർ ആണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ് വീണ്ടും ഇൻഡിജർ ആണ്. അതുകൊണ്ട് പ്ലസ് ഓഫ് എ ബി ഈക്വൽ ടു എ പ്ലസ് ബി ഒരു ഇൻഡിജർ ആയതുകൊണ്ട് ഏത് രണ്ട് ഇൻഡിജർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇൻഡിജർ തന്നെ കിട്ടുന്നതുകൊണ്ട് പ്ലസ് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിൽ. അതുപോലെ ഡോട്ട് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അത് ഡോട്ട് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഡിഫറൻസ് സെറ്റ് ഓഫ്
ഇൻഡിജേഴ്സിലൊരു ബൈനറി ഓപ്പറേഷനാണ്. ക്വസ്റ്റ്യൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുക്കുക. സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് പ്ലസ് ഒരു ബൈനറി ഓപ്പറേഷൻ ആവുമോ? മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആവുമോ? ഡിഫറൻസ് ഒരു ബൈനറി ഓപ്പറേഷൻ ആവുമോ? സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ആ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആർ പ്ലസ് എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. അത് ബൈനറി ഓപ്പറേഷൻ ആവുമോ? ആവുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, പ്ലസ് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ഓഫ് എ ബി എന്നൊരു ഓർഡർ പെയർ ആർ പ്ലസ് ക്രോസ് ആർ പ്ലസ് ഒരു എലമെന്റ് എടുക്കുക. എയും ബിയും, അതായത് രണ്ട് പോസിറ്റീവ് റിയൽ നമ്പർ എടുക്കുക. പ്ലസ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്? എ പ്ലസ് ബി ആണ്. അതായത് സം ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സം എന്താണ്? പോസിറ്റീവ് റിയൽ നമ്പർ തന്നെയല്ലേ? അല്ല, രണ്ട് പോസിറ്റീവ് റിയൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും നമുക്ക് പോസിറ്റീവ് റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് എന്താണ്, പ്ലസ് ഒരു ബൈനറി ഓപ്പറേഷൻ തന്നെയാണ് സെറ്റ് ഓഫ് പോസിറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക, രണ്ട് പോസിറ്റീവ് റിയൽ നമ്പർ എടുക്കുക. എയും ബിയും ആർ പ്ലസ് എലമെന്റ് ആയിട്ട് എടുക്കുക. എ ഡോട്ട് ബി എന്ന വീണ്ടും ഒരു എലമെന്റാണ്, ആർ പ്ലസ് എലമെന്റ് ആണല്ലോ. അതുകൊണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനും, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓൺ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി ഡിഫറൻസ് എടുത്ത് വെക്കാം, അതൊരു ബൈനറി ഓപ്പറേഷൻ ആവുമോ? സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനെ രണ്ട് റിയൽ നമ്പർ എടുത്ത് പോസിറ്റീവ് റിയൽ നമ്പർ എടുക്കുക, 1 ഉം 2. മൈനസ് ഓഫ് 1 2 എന്ന് പറഞ്ഞാൽ എന്താ? 1 മൈനസ് 2 ആണ് അല്ലേ? 1 മൈനസ് 2 പറഞ്ഞാൽ എന്താണ്? -1 ആണ്. -1 ഒരു പോസിറ്റീവ് ഇൻഡിജർ റിയൽ നമ്പർ ആണോ? അല്ല. അതുകൊണ്ട് -1 ഒരു പോസിറ്റീവ് റിയൽ നമ്പർ അല്ല. അതുകൊണ്ട് ഡിഫറൻസ് ഓഫ് എന്തല്ല, ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല ഓൺ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പർ. കാരണം എന്താ, ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എസ് ക്രോസ് എസിലേക്കാണ്. അതായത് എസ്ത്തെ രണ്ട് എലമെന്റ് എടുത്ത് ഓപ്പറേറ്റ് എ സ്റ്റാർ ബി കണ്ടു കഴിഞ്ഞാൽ അത് എടുത്ത എലമെന്റ് തന്നെ ആയിരിക്കണം, എസ്ത്തെ എലമെന്റ് തന്നെ ആയിരിക്കണം. അപ്പോഴാണ് അതിനെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാം. ചുരുക്കി പറഞ്ഞ ഒരു ഓപ്പറേഷൻ ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇനി സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ ഉള്ള സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതിനെ ബൈനറി ഓപ്പറേഷൻ എന്ന് വിളിക്കണമെങ്കിൽ എ സ്റ്റാർ ബി എസ്ത്തെ ഏത് രണ്ട് എലമെന്റ് എടുത്തും അത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്റ്റാർ ബി കണ്ടു കഴിഞ്ഞാൽ ഏത് എലമെന്റിന് കിട്ടണം? എസ്ത്തെ എലമെന്റ് കിട്ടണം. അപ്പോഴാണ് എസിനെ സ്റ്റാർ നമ്മൾ എന്താ പറയുക? ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ കണ്ടു പ്ലസ് അഡീഷൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ, മൾട്ടിപ്ലിക്കേഷൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ, ഡിഫറൻസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഒക്കെ ബൈനറി ഓപ്പറേഷൻ ആണ്. അതുപോലെ കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാലും അത് ഈ മൂന്നും എന്താണ്? ബൈനറി ഓപ്പറേഷൻ ആണ്. അതുപോലെ ഇൻഡിജർ എടുത്തു കഴിഞ്ഞാലും മൂന്നും ബൈനറി ഓപ്പറേഷൻ ആണ്. ഓക്കെ, അപ്പൊ പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷനും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലും സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിലും സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിലും ബൈനറി ഓപ്പറേഷൻ. കാരണം എന്താണ്? പ്ലസ് എടുത്ത് രണ്ട് റിയൽ നമ്പർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റിയൽ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് ഏത് രണ്ട് റിയൽ നമ്പർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും റിയൽ നമ്പർ ഇട്ടതുകൊണ്ട് അഡീഷൻ എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അതുപോലെ ഏത് രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. അതുകൊണ്ട് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിൽ അഡീഷൻ എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. ഇതുപോലെ ഏത് രണ്ട് ഇൻഡിജർ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഇൻഡിജർ തന്നെ കിട്ടുക. അതുകൊണ്ട് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിൽ അഡീഷൻ എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ. ഇതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിഫറൻസും. അതേ സ്ഥാനത്ത് നമ്മൾ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പർ എടുക്കാം. സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പർ എടുക്കാം. അഡീഷൻ ഏത് രണ്ട് പോസിറ്റീവ് റിയൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും പോസിറ്റീവ് റിയൽ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് അഡീഷൻ ഓൺ സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൽ എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എയും ബി രണ്ട് പോസിറ്റീവ് റിയൽ നമ്പർ എടുത്ത് ആണെങ്കിൽ എ ബി വീണ്ടും പോസിറ്റീവ് റിയൽ നമ്പറാണ്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അതേ സ്ഥാനത്ത് മൾട്ടിപ്ലിക്കേഷൻ ബൈനറി ഓപ്പറേഷൻ ആണ്. അതേ സ്ഥാനത്ത് നമ്മൾ രണ്ട് പോസിറ്റീവ് റിയൽ നമ്പർ എടുത്ത ഡിഫറൻസ് കാണാം. ഉദാഹരണം 1 ഉം 2 എടുക്കുക. 1 മൈനസ് 2 പറഞ്ഞാൽ എന്തായിട്ട് നമുക്ക്? -1 ആണ്. അപ്പൊ അത് -1 അത് പോസിറ്റീവ് റിയൽ നമ്പർ ആണോ? അല്ല. അപ്പോൾ ഏത് രണ്ട് പോസിറ്റീവ് റിയൽ നമ്പറിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും പോസിറ്റീവ് റിയൽ നമ്പർ തന്നെ കിട്ടുന്നുണ്ടോ? ഇല്ല. കാരണം ഫോർ എക്സാമ്പിൾ 1 മൈനസ് 2 1 ഉം 2 എടുത്ത ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ -1 ആണ്. അതുകൊണ്ട് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താവില്ല? ബൈനറി ഓപ്പറേഷൻ ആവില്ല. കാരണം അത് ഏത് കാരണം 1 ഉം -2 1 ഉം 2 എടുക്കുക. 1 മൈനസ് 2 കണ്ടു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് അല്ല, പോസിറ്റീവ് റിയൽ നമ്പർ അല്ല. ഇനിയിപ്പോൾ 1 ഉം 2 പകരം 3 ഉം 4 എടുക്കാം. അല്ലെങ്കിൽ -1 ഉം 2 -1 എടുക്കാമല്ല 1 ഉം 6 എടുക്കാം. എന്നിട്ട് 1 - 6 കണ്ടു കഴിഞ്ഞാൽ അതെന്താവുന്നില്ല?
എന്താവുന്നില്ല, പോസിറ്റീവ് റിയൽ നമ്പർ ആവുന്നില്ല. അതുകൊണ്ട് സെറ്റ് ഓഫ് പോസിറ്റീവ് നമ്പേഴ്സിന്റെ കേസിൽ ഡിഫറൻസ് എന്താവില്ല, ബൈനറി ഓപ്പറേഷൻ ആവില്ല. ഇതുപോലെ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ കേസിലും അതാവില്ല, പക്ഷെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലാവും. ഓക്കെ, നമ്മൾ വേറെ എക്സാമ്പിൾസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വേറെ എക്സാമ്പിൾ, ഫസ്റ്റ് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു. ഈ ലെറ്റ് അടുത്ത എക്സാമ്പിൾ, ലെറ്റ് എം ആർ ബി ദി സെറ്റ് ഓഫ് എം ഓഫ് ആർ ബി ദി സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്. അതായത് സെറ്റ് ഓഫ് ഓൾ മെട്രിസസ്, എം ഓഫ് ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ മെട്രിക്സസ്, മെട്രിക്സിലെ മെട്രിസസ് എടുത്തു, അതിലത്തെ എലമെന്റ്സ് ഒക്കെ എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്. ദെൻ മെട്രിക്സ് അഡീഷൻ അതെന്തല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല. കാരണം എന്താ, ദ യൂഷ്വൽ മെട്രിക്സ് അഡീഷൻ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. സിൻസ് എയും ബി രണ്ട് മെട്രിക്സ് എടുത്തു, ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും രണ്ട് മെട്രിക്സ് എടുത്തു. എ പ്ലസ് ബി എപ്പോഴും ഡിഫൈൻഡ് ആവണമെന്നില്ല, എ പ്ലസ് ബി ഡിഫൈൻഡ് ആവണമെന്നില്ല. കാരണം എന്താ, ഇപ്പോൾ ഒരു കോളം മെട്രിക്സ് എടുക്കുക, കോളം മെട്രിക്സ് 1 2 എടുക്കുക, 1 2 3 എന്നുള്ള ഒരു കോളം മെട്രിക്സ് എടുക്കുക. ഒരു റോ മെട്രിക്സ് എടുക്കുക, ഒരു 4 5 6 റോ 4 5 6 എടുക്കുക. ഈ കോളം മെട്രിക്സും ഈ റോ മെട്രിക്സും ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ രണ്ട് മെട്രിക്സ് എടുത്ത് കഴിഞ്ഞ അഡീഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? ഒരേ ഓർഡർ ആണ് പറ്റും. പക്ഷെ നമ്മൾ ഇവിടെ ഈ എം ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഡിഫൈൻഡ് അല്ല, വെൽ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് മെട്രിക്സ് അഡീഷൻ എന്തല്ല, സെറ്റ് ഓഫ് ഓൾ മെട്രിസസിൽ എന്തല്ല, ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. കാരണം രണ്ട് മെട്രിസസ് ബൈനറി ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ അതൊരു ബൈനറി ഓപ്പറേഷൻ ആവണമെങ്കിൽ എയും ബി എടുത്ത് എസ് സ്റ്റാർ ബി കണ്ടു കഴിഞ്ഞാൽ ആ സെറ്റിൽ തന്നെ വേണം. എസ്സിലുള്ള ഒരു എസ് സ്റ്റാർ എസ്സിലൊരു ബൈനറി ഓപ്പറേഷൻ എന്ന് പറയണമെങ്കിൽ എത്തും ബിത്തെ എസ്ത്തെ ഏത് രണ്ട് എലമെന്റ് എയും ബി എടുത്തു കഴിഞ്ഞാലും എ സ്റ്റാർ ബി എയ്ത്ത് എലമെന്റ് ഉണ്ടായിരിക്കണം, എസ്ത്തെ എലമെന്റ് ആയിരിക്കണം. അപ്പോഴാണ് അത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യൽ അങ്ങനെയാണ്. ഇപ്പോൾ എം ഓഫ് ആർ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ്, അതായത് ആ മെട്രിക്സിന്റെ എലമെന്റ്സ് റിയൽ നമ്പേഴ്സ് ആവുന്ന രൂപത്തിലുള്ള സെറ്റ് എല്ലാ മെട്രിക്സിന്റെയും കളക്ഷൻ എടുക്കാം. സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ വെൽ ഡിഫൈൻഡ് ആണോ? അല്ല. കാരണം എയും ബിയും എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. രണ്ട് മെട്രിക്സസ് ആഡ് ചെയ്യണമെങ്കിൽ അവയുടെ ഓർഡർ എന്താവണം? സെയിം ആവണം. ഇപ്പൊ ഒരു 2x2 മെട്രിക്സും ഒരു 3x5 മെട്രിക്സും എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റൂല. ഒരു റോ കോളം മെട്രിക്സ് ഒരു റോ മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഓർഡർ വരുന്ന, ഫോർ എക്സാമ്പിൾ 1 2 3 എന്ന് പറഞ്ഞ കോളം മെട്രിക്സ്, 2 5 6 എന്നുള്ള മറ്റൊരു കോളം റോ മെട്രിക്സ് എടുക്കാം. ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മെട്രിക്സ് അഡീഷൻ സെറ്റ് ഓഫ് ഓൾ മെട്രിക്സിൽ എന്തെല്ലാം ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഈ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് എടുക്കാം. സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിക്സ് എടുക്കുക, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ n/n മെട്രിക്സ് എടുക്കുക. സെയിം ഓർഡർ, അതായത് സെറ്റ് ഓഫ് ഓൾ n/n മെട്രിക്സ് എടുത്തു, അല്ലെങ്കിൽ ഒരു 4x4 മെട്രിക്സ് എടുക്കുക. അവിടെ ശരി, അതെന്തായിരിക്കും? അവിടെ അഡീഷൻ ഡിഫൈൻ ചെയ്ത ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ എ സെറ്റ് എസ്, എച്ച് ബി എ സബ്സെറ്റ് ഓഫ് എസ്. Then the subset H is closed under star if A, B belongs to H, then A star B belongs to H. അതായത് ഒരു ക്ലോസ്ഡ് അണ്ടർ എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയണമെങ്കിൽ എസ് പറഞ്ഞ സെറ്റ് എടുത്തു, എസ് പറഞ്ഞാല് ഒരു സെറ്റ് എടുത്തു, അതിൽ ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എസിന്റെ ഒരു സബ്സെറ്റ് ആണ് എച്ച്. ദെൻ എച്ചിനെ നമ്മള് ക്ലോസർ അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയണമെങ്കിൽ എച്ചിത്തെ ഏത് രണ്ട് എലമെന്റ് എടുത്ത് എ സ്റ്റാർ ബി കണ്ടു കഴിഞ്ഞാലും അത് എ തന്നെ വേണം, എച്ച് തന്നെ ഉണ്ടാവണം. അപ്പോഴാണ് അതിനെ ക്ലോസർ അണ്ടർ എന്ന് പറയുക. ഈ ഓപ്പറേഷൻ ഇൻ ദിസ് കേസ് ഈ ബൈനറി ഓപ്പറേഷൻ ഓൺ എച്ച്, ഈ എച്ചിലുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ആയിട്ട് സ്റ്റാർ നമുക്ക് പറയാൻ പറ്റും. അതിന് നമുക്ക് ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓഫ് സ്റ്റാർ ഓൺ എച്ച് എന്ന് പറയാൻ പറ്റും. ഈ സ്റ്റാർ അതിന് നമുക്ക് എന്താ പറയാൻ പറ്റും? ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓഫ് സ്റ്റാർ ഓൺ എച്ച്. അതായത് ഒരു എസ് ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിൽ ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ എസിന്റെ ഒരു സബ്സെറ്റ് ആണ് എച്ച്. അങ്ങനെ എസിന്റെ സബ്സെറ്റ് എച്ച് എടുത്തു. ആ ഓപ്പറേഷൻ എച്ച് ഈ ഓപ്പറേഷനിൽ ക്ലോസ്ഡ് അണ്ടർ ആണെങ്കിൽ, എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ആണെങ്കിൽ നമ്മൾ പറയും ഈ സ്റ്റാറിനെ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ എച്ച് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓഫ് സ്റ്റാർ ഓൺ എച്ച് എന്ന് പറയും.
അതായത് എച്ചിലേക്ക് ഈ സ്റ്റാറിനെ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓഫ് സ്റ്റാർ ഓൺ എച്ച് എന്ന് പറയും. അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ എന്ന് പറയണെങ്കിൽ ഒരു സബ്സെറ്റിനെ ഒരു എസ് എന്ന സെറ്റ് ഉണ്ട്, അതിലൊരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഉണ്ട്. എച്ച് അതിന്റെ എസിന്റെ സബ്സെറ്റ് ആണ്. ഈ എച്ചിനെ ക്ലോസ്ഡ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ എന്ന് പറയുകയാണെങ്കിൽ എച്ച് ഏത് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും എ സ്റ്റാർ ബി കണ്ടു കഴിഞ്ഞാൽ അത് വീണ്ടും എച്ചിലെ എലമെന്റ് ആവണം. അപ്പോഴാണ് അതിനെ ക്ലോസ്ഡ് അണ്ടർ എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിള് പ്ലസ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നമ്മൾ ഡിഫൈൻ ചെയ്തതാണ്. Usual addition plus is on the set of real numbers R does not induce a binary operation on set R star of non-zero real numbers. Induce ചെയ്യൂല. കാരണം നമ്മൾ ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ഇവിടെ നൊട്ടേഷൻ ആണ്. ഈ ആർ സ്റ്റാർ എന്ന് പറഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സ് എടുക്കുക. ആർ എന്ന് പറഞ്ഞാല് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും അതിലൊരു ബൈനറി ഓപ്പറേഷൻ ആണ് പ്ലസ് നമുക്കറിയാം. അതേ സ്ഥാനത്ത് സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ റിയൽ നമ്പേഴ്സിൽ ഈ അഡീഷന് പ്ലസ് എന്താവില്ല, ഒരു ബൈനറി ഓപ്പറേഷൻ ആവില്ല. അല്ലെങ്കിൽ ഈ ആർ സ്റ്റാർ ഇസ് ക്ലോസ്ഡ് അണ്ടർ ദി ബൈനറി ഓപ്പറേഷൻ പ്ലസ് ആവില്ല. കാരണം 2 - 2 എടുക്കുക. 2 - 2 നോൺ സീറോ റിയൽ നമ്പേഴ്സ് ആണ്. 2 + -2 പറഞ്ഞാൽ 0 ആണ്. അത് ഈ സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സിൽ ഉണ്ടാവോ? ഇല്ല. അതുകൊണ്ട് R0 not belongs to R ആണ്. അതുകൊണ്ട് ആർ സ്റ്റാർ ഇസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ദ ബൈനറി ഓപ്പറേഷൻ പ്ലസ്. ഇവിടെ സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. ഈ ആർ സ്റ്റാർ, ആറിന്റെ മുകളിൽ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ്. അപ്പൊ അതുകൊണ്ട് അതെന്തല്ല, ഒരു സെറ്റ് ഓഫ് നോൺ സീറോ റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല, അല്ലെങ്കിൽ ക്ലോസ്ഡ് അണ്ടർ അല്ല. ഓക്കെ, പ്ലസും ഡോട്ടും യൂഷ്വൽ ബൈനറി ഓപ്പറേഷൻ രണ്ട് ബൈനറി ഓപ്പറേഷൻ ആണ്. യൂഷ്വൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഒരു സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എടുക്കാം. H equal to ഞാൻ എടുക്കുന്നത് n², n belongs to Z. Determine whether H is closed under the binary operation addition and multiplication. അതായത് Z-ലാണ് നമ്മൾ ബൈനറി അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് Z-ലാണ്. ഓക്കെ, Z-ലാണ് ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്ന് ഞാൻ പറയാം, സെറ്റ് ഓഫ് Z-ൽ ഒരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ട് പ്ലസ് ആൻഡ് ഡോട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ രണ്ട് H പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. n² ഈക്വൽ ടു n ബിലോങ്സ് ടു Z. അതായത് H പറഞ്ഞാല് പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെ സ്ക്വയറിന്റെ കളക്ഷൻ ആണ് H.
അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഡിറ്റർമിൻ വെദർ എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ക്ലോസ്ഡ് അണ്ടർ അഡീഷനിൽ എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണോ? അടുത്തത് മറ്റൊരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എച്ച് ക്ലോസ്ഡ് അണ്ടർ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ആണോ? അതിൽ എച്ച് അഡീഷനിൽ ക്ലോസ്ഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് എയും ബിയും എച്ചിത്തെ രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി വീണ്ടും ഇവിടെ വേണം, എച്ചിൽ വേണം. അത് ബൈനറി ഓപ്പറേഷൻ ആവാൻ ചെക്ക് ചെയ്യൂലേ, അതേ ചെക്കിങ് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എച്ച് പറഞ്ഞാൽ സെഡിന്റെ സബ്സെറ്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ആ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ എയും ബിയും എടുത്തു കഴിഞ്ഞാൽ എച്ചിത്തെ രണ്ട് എലമെന്റ് ആണ് എയും ബിയും എങ്കിൽ എ പ്ലസ് ബിയിൽ വേണം, എച്ചിൽ വേണം. അപ്പൊ അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യാൻ അത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പൊ നമ്മൾ ജനറലായിട്ട് ചെക്ക് ചെയ്യണം. പക്ഷെ അത് ട്രൂ അല്ലെങ്കിൽ ഒരു കൗണ്ടർ എക്സാമ്പിൾ മതി. അപ്പൊ നമ്മൾ ഈ എച്ചിത്തെ എലമെന്റ് ആണ് 1, കാരണം എന്താ 1 സ്ക്വയർ എന്ന് പറഞ്ഞാല് 1 തന്നെയാണ്. അപ്പൊ എച്ചിൽ ഉണ്ടാവും. കാരണം എച്ചിത്തെ എലമെന്റ് പറഞ്ഞാൽ എൻ സ്ക്വയർ ആണ്, പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ സ്ക്വയർ ആണ്. അപ്പൊ 1 സ്ക്വയർ 1 എച്ചിലുണ്ട്. അതുപോലെ 4ഉം എച്ചിലുണ്ട്. എന്തുകൊണ്ടാ? 4 പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. അപ്പൊ 1ഉം 4ഉം എച്ചിലുണ്ട്. 1 സ്ക്വയർ ആയതുകൊണ്ട് 4 2 സ്ക്വയർ ആയതുകൊണ്ടും എച്ചിലുണ്ട്. പക്ഷെ 1 + 5 എന്ന് പറഞ്ഞാൽ എന്താ? സോറി 1 + 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈ 1 + 4 5 എച്ചിലുണ്ടാവോ? ഇല്ല. കാരണം എന്താ? 5നെ നമുക്ക് ഒരിക്കലും ഒരു ഇന്റിജറിന്റെയും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റില്ല. പറ്റോ? ഇല്ല. അതുകൊണ്ട് 1 + 4 എന്ന് പറഞ്ഞത് 5 ആണ്. അത് ഇതിലില്ല, എച്ചിലില്ല. അപ്പൊ 1ഉം 4 എച്ചിലുണ്ട്. പക്ഷെ 1 + 4 ഇതിലില്ല, എച്ചിലില്ല. അതുകൊണ്ട് എച്ച് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ദി അഡീഷൻ. കാരണം എന്താ? ക്ലോസ്ഡ് അണ്ടർ ദി അഡീഷൻ ആണെങ്കിൽ എച്ചിത്തെ ഏത് രണ്ട് എലമെന്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും എയും ബിയും എച്ചിലെടുത്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി എച്ചിലുണ്ടാവണം. പക്ഷെ നമുക്ക് ഇവിടെ എന്നിട്ട് 1ഉം 4ഉം എച്ചിലുണ്ട്, 1 + 4 എന്തിലില്ല, എച്ചിലില്ല. കാരണം എന്താ? എച്ചിലുണ്ടാവണമെങ്കിൽ അത് വേറൊരു ഇന്റിജറിന്റെ സ്ക്വയർ ആവണം. 1 + 4 എന്ന് പറഞ്ഞാൽ 5 ഒരിക്കലും ഒരു ഇന്റിജറിന്റെ സ്ക്വയർ ആവില്ല. അതുകൊണ്ട് അഡീഷൻ എച്ച് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അതേ സ്ഥലത്ത് മൾട്ടിപ്ലിക്കേഷൻ അത് ആയിരിക്കുന്നതാണ്. അവിടെ എഴുതിയിട്ടില്ല, നോട്ടിൽ എഴുതിയിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അപ്പൊ ഞാൻ പറയാം എങ്ങനെ വരികയാണ്. എച്ചിത്തെ രണ്ട് എലമെന്റ് എടുക്കാം. എച്ചിത്തെ എയും ബിയും എച്ചിത്തെ എലമെന്റ് ആണ്. എയും ബിയും എച്ചിത്തെ രണ്ട് എലമെന്റ്. അപ്പൊ എനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു n സ്ക്വയർ എന്ന് എടുക്കാൻ പറ്റും. ബിയെ ഒരു m സ്ക്വയർ. രണ്ടും എ പറഞ്ഞാല് എച്ചിത്തെ എലമെന്റ് ആണ്, ബി പറഞ്ഞാലും എച്ചിത്തെ എലമെന്റ് ആണ്. അപ്പൊ ഒരു ഇന്റിജറിന്റെ സ്ക്വയർ ആയിട്ട് എനും ബിയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എച്ചിത്തെ എലമെന്റ് ആയതുകൊണ്ട് എനെ നമുക്ക് n സ്ക്വയർ ചെയ്താം. ബി എച്ചിത്തെ എലമെന്റ് ആയതുകൊണ്ട് ബിനെ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? m സ്ക്വയർ. m സ്ക്വയറും എ എന്ന് പറഞ്ഞാൽ n സ്ക്വയറും ബി എന്ന് പറഞ്ഞാൽ m സ്ക്വയറും ചെയ്താം. അപ്പൊ എ ബി എന്ന് പറഞ്ഞാൽ എന്താ? n സ്ക്വയർ m സ്ക്വയർ. അതിന് നമുക്ക് nm ഹോൾ സ്ക്വയർ എന്ന് ചെയ്താലോ? nm ഹോൾ സ്ക്വയർ. അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു n × m ഹോൾ സ്ക്വയർ ചെയ്താൽ പറ്റി. അപ്പൊ അതിലുണ്ടാകും എ ബി എന്ന് പറഞ്ഞാൽ nm സ്ക്വയർ ആണ്. nm സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇന്റിജറിന്റെ സ്ക്വയർ ആണല്ലോ എ ബി എന്ന് കിട്ടിയല്ലോ. അതുകൊണ്ട് എ ബിയിലുണ്ട്, എച്ചിലുണ്ട്. അപ്പൊ എയും ബിയും എച്ചിലുണ്ടെങ്കിൽ എ ബിയിലുണ്ട്, എച്ചിലുണ്ട്. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് പറയും എച്ചിത്തെ ഏത് രണ്ട് എലമെന്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും വീണ്ടും അതിലുണ്ട്, എച്ചിലുണ്ട് എന്നിട്ട്. സോ എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എച്ച് ക്ലോസ്ഡ് അണ്ടർ ദി മൾട്ടിപ്ലിക്കേഷൻ ആവാനുള്ള കാരണം എച്ചിത്തെ രണ്ട് എലമെന്റ് ആണ് നമ്മൾ എടുത്തത്, എയും ബിയും എടുത്തു. അപ്പൊ എനെ n സ്ക്വയർ എഴുതി, ബിനെ m സ്ക്വയർ എഴുതി. എ ബി എന്ന് പറഞ്ഞാൽ n സ്ക്വയർ m സ്ക്വയർ, ദാറ്റ് ഈസ് nm ഹോൾ സ്ക്വയർ ആണ്. nm ഹോൾ സ്ക്വയർ എഴുതാൻ പറ്റുന്നതുകൊണ്ട് എ ബി എച്ചിലുണ്ട്. അപ്പൊ എല്ലാ എയും ബി എച്ച്. ഇപ്പൊ ഫോർ ഈച്ച് എ കോമ ബി ബിലോങ്സ് എച്ച്, ദെൻ എ ബി ബിലോങ്സ് എച്ച്. ദെർഫോർ എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ദി മാട്രിക്സ്, സോറി ക്ലോസ്ഡ് അണ്ടർ ദി മൾട്ടിപ്ലിക്കേഷൻ. അത് ഞാൻ ഇതിൽ ഡിഫൈൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങൾ നോട്ട് ചെയ്തുമ്പോൾ അതും കൂടി എഴുതണം. ഓക്കെ.
അടുത്ത let f be the set of all let f be the set of all real valued function f having domain set R of real numbers. അതായത് എഫ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞാൽ ആറിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫങ്ഷൻസിന്റെ കളക്ഷനാണ്. നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാണ്, പ്ലസ് മൈനസ് ഡോട്ട് കോമ്പോസിഷൻ ഓൺ എഫ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എഫ് പ്ലസ് ജി അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് പ്ലസ് ജി ഡിഫൈൻ ചെയ്തത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, അത് അഡീഷൻ. അതായത് എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അതുപോലെ എഫ് മൈനസ് ജി പറഞ്ഞാൽ എഫ് മൈനസ് ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആയിട്ടാണ്. എഫ് ഡോട്ട് എഫ് ഇൻറ്റു ജി, എഫ് ഡോട്ട് ഓഫ് ജി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തത് എഫ് ഡോട്ട് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. എഫ് കോമ്പോസിറ്റ് ജി പറഞ്ഞാല് ഡിഫൈൻ ചെയ്ത് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് കോമ്പോസിഷൻ ആണ്. ഈ 4 ഓപ്പറേഷൻസ് എന്തായിരിക്കും? ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറയാൻ പറ്റും എഫ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഓൾ ദി 4 ഓപ്പറേഷൻസ്. അതായത് എഫും ജി എടുത്തു കഴിഞ്ഞാൽ എഫ് പ്ലസ് ജിയിലുണ്ടാകും, എഫിലുണ്ടാകും. കാരണം എന്താ? എഫ് പ്ലസ് ജി എന്ന് പറഞ്ഞാല് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും റിയൽ നമ്പർ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് എഫ് പ്ലസ് ജി ഓഫ് എക്സ് റിയൽ നമ്പർ ആണ്. അതായത് എഫ് പ്ലസ് ജിന്റെ ഇമേജുകളൊക്കെ എന്താണ്? റിയൽ നമ്പേഴ്സ്. അതായത് എഫ് പ്ലസ് ജി ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ എഫും ജിയും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് പ്ലസ് ജി റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് എഫ് പ്ലസ് ജിയിലുണ്ട്, എഫിലുണ്ട്. അപ്പൊ എഫിത്തെ ഏത് 2 എലമെന്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത് വീണ്ടും ഇതിലുണ്ടാവും, എഫ് പ്ലസ് ജി എഫിലുണ്ടാകും. അതുകൊണ്ട് എഫ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഇതുപോലെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാലും മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാലും ഒക്കെ എന്താണ്? എഫിത്തെ എലമെന്റുകൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എഫ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണ്, എഫ് ഈസ് ക്ലോസ്ഡ് അണ്ടർ ഡിഫറൻസ് ആണ്, എഫ് ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ്, എഫ് ഈസ് ക്ലോസ്ഡ് അണ്ടർ കോമ്പോസിഷൻ ആണ്. വേറെ എക്സാമ്പിൾ
സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ഫസ്റ്റ് അടുത്ത് സെഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. നമ്മളൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ സ്റ്റാർ ബി is equal to സ്മാളസ്റ്റ് ഓഫ് എയും കോമൺ. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എയിലും ബിയിലും ഏറ്റവും ചെറുത് ഏതാണോ അതാണ് സ്മാളസ്റ്റ് ഓഫ് എ സ്റ്റാർ ബി. ഈ എയും ബിയും അല്ലെങ്കിൽ എ സ്റ്റാർ ബി പറഞ്ഞാൽ എയും ബിയും ഈക്വൽ ആണെങ്കിൽ എ സ്റ്റാർ ബി ആയിട്ട് എ എടുക്കും. എയും ബിയും ഈക്വൽ അല്ലെങ്കിൽ അതിൽ ആരാണോ ചെറുത് അതിനെ എ സ്റ്റാർ ബി ആയിട്ട് ഡിഫൈൻ ചെയ്യും. ടു സ്റ്റാർ 11 എന്ന് പറഞ്ഞാല് ഒരു എക്സാമ്പിൾ അതിൽ പറയത്തില്ല, അതായത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 2 സ്റ്റാർ 11 എടുക്കുക. 2 സ്റ്റാർ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? 2ലും 11ലും ഏറ്റവും ചെറുതാരാ? 2 അല്ല. അപ്പൊ 2. അപ്പൊ 2 സ്റ്റാർ 11 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. വേറെ ഒന്ന് 15 സ്റ്റാർ 10 എടുക്കുക. 15 സ്റ്റാർ 10 എന്ന് പറഞ്ഞാൽ 15ലും 10ലും ചെറുതാരാ? 10 ആണ്. അപ്പൊ 15 സ്റ്റാർ 10 എന്ന് പറഞ്ഞാല് 10. അതുപോലെ 3 സ്റ്റാർ 3 എടുക്കുക. 3 സ്റ്റാർ 3 3യും 3 ഈക്വൽ ആണോ? അപ്പൊ 3 സ്റ്റാർ 3 എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണോ? ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എ സെഡ് പ്ലസ് സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുക്കുക. അപ്പൊ അതിൽ 2 എലമെന്റ് അതിൽ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാല് എയിലും ബിയിലും ഏറ്റവും ചെറുത് ഏതാണോ അതാണ് എ സ്റ്റാർ ബി. ഈക്വൽ ആണ്, എയും ബിയും ഈക്വൽ ആണെങ്കിൽ എ സ്റ്റാർ ബിന്റെ വാല്യൂ പറഞ്ഞാൽ അത് എ തന്നെ. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ അതൊരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ഇനി നമ്മൾ മറ്റൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ സെഡ് പ്ലസ് തന്നെ. We define a binary operation. Star dash എന്നാണ് ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എ സ്റ്റാർ ഡാഷ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ഡാഷ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതായത് ഫസ്റ്റത്തെ എലമെന്റ് എ സ്റ്റാർ ഡാഷ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എ ഫസ്റ്റത്തെ എലമെന്റ്. അപ്പൊ അതൊരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കുന്നതാണ്. എക്സാമ്പിൾ 2 സ്റ്റാർ ഡാഷ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 2. അതുപോലെ 25 സ്റ്റാർ ഡാഷ് ഓഫ് 10 എന്ന് പറഞ്ഞാൽ 25. 5 സ്റ്റാർ ഡാഷ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ അതൊക്കെ ബൈനറി ഓപ്പറേഷൻസ് ആയിരിക്കും. ഇനി അടുത്ത് ഒരു കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ. ഒരു ബൈനറി ഓപ്പറേഷൻ ഉള്ള സെറ്റിൽ എപ്പോഴും നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാല് എപ്പോഴാണ് പറയാന്ന് പറഞ്ഞാല് എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആവുകയാണെങ്കിൽ അതിനെ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്ത നേരത്തെ ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത അഡീഷന് മൾട്ടിപ്ലിക്കേഷന് അതെന്താണ്? അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കമ്മ്യൂട്ടേറ്റീവ് ആണ്. കാരണം എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. എ ഡോട്ട് ബി ഈക്വൽ ടു ബി ഡോട്ട് എ ആണ്. ഇപ്പൊ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആവട്ടെ, സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആവട്ടെ, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ആവട്ടെ, പോസിറ്റീവ് ഇൻഡിജേഴ്സ്, അതൊക്കെ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻസ് ആണ്. അതേ സ്ഥാനത്ത് ഡിഫറൻസ് എടുക്കാം. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സിൽ അല്ലെങ്കിൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ഡിഫറൻസ് എടുക്കുക. അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? അല്ല. എ മൈനസ് ബി ഈക്വൽ ടു ബി മൈനസ് എ ആവണമെന്നില്ല. കാരണം 1 മൈനസ് 2 എന്ന് പറഞ്ഞാല് -1 ആണ്. അതേസമയം 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. ഈക്വൽ ആണോ? അല്ല. അപ്പോ കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ഫോർ എവരി എ കോമ ബി. എല്ലാ എലമെന്റും ട്രൂ ആയിരിക്കണം. അപ്പോ ഒരു ഓപ്പറേഷനെ നമ്മളെങ്ങനെ ബൈനറി ഓപ്പറേഷൻ ആണെന്ന് ചെക്ക് ചെയ്യാറിനാല് ആ സെറ്റിത്തെ എയും ബിയും 2 എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എ സ്റ്റാർ ബി വീണ്ടും എസ്സിൽ ഉണ്ടാവുകയാണെങ്കിലാണ് സ്റ്റാറിന്റെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് അണ്ടർ നമ്മൾ പറയാറുണ്ട്. സ്റ്റാറിന്റെ ബൈനറി ഓപ്പറേഷൻ അറിയുന്നപ്പോഴാണ്. അപ്പൊ അതിന്റെ ഈ സ്റ്റാറിന്റെ ഈ ബൈനറി ഓപ്പറേഷന്റെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയണമെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആവണം ഫോർ എവരി എ കോമ ബി. അപ്പോൾ എക്സാമ്പിൾ അഡീഷന് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതേ സ്ഥാനത്ത് ഡിഫറൻസ് അത് ബൈനറി ഓപ്പറേഷൻ ആവണമെങ്കിൽ ഇൻഡിജേഴ്സ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻ ആവില്ല. പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻസ് എന്താവില്ല? ബൈനറി ഓപ്പറേഷൻ ആവില്ല. അതേ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എടുത്തു അല്ലെങ്കിൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു, അപ്പോഴൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു, അപ്പോഴൊക്കെ എന്തായിരിക്കും? അതൊരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മള് അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ആണോ വെച്ചാൽ ഡിഫറൻസ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. മുകളിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള മുകളിൽ ഡിഫൈൻ ചെയ്ത് എ സ്റ്റാർ ബി ഈക്വൽ ടു സെഡ് പ്ലസ് എടുക്കുക. അതിൽ എ സ്റ്റാർ ബി ഡിഫൈൻ ചെയ്തത് നമ്മള്
അതില് എ സ്റ്റാർ ബിന്റെ ഡിഫറൻസ് സോറി എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ സ്മാളർ എയിലും ബിയിലും സ്മാളസ്റ്റിനെ എ സ്റ്റാർ ബി ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അല്ലെങ്കിൽ എ ബി ഈക്വൽ ആണ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ ആയിരിക്കും. ഏതാണോ എ ബി ആണ് എ ബി ഈക്വൽ ആണ് എ സ്റ്റാർ ബി ഈക്വൽ ടു എ, അല്ലെങ്കിൽ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇതിൽ ഏതാണോ സ്മാള് അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. കാരണം എന്താ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കും. കാരണം എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ ഫോർ എ വരി. കാരണം എന്താ എ ബിയിലുള്ള സ്മാൾ എന്ന് പറഞ്ഞാലും ബിയിലും എയിലുള്ള സ്മാൾ എന്ന് പറഞ്ഞാലും എന്റെ ബിന്റെയും സ്മാൾ എന്ന് പറഞ്ഞാലും അതുപോലെ ബിന്റെ എന്റെ സ്മാൾ എന്ന് പറഞ്ഞാലും സെയിം ആണല്ലോ. എ ബി ഈക്വൽ ആണെങ്കിലും സെയിം ആയിരിക്കും. അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ ആയിരിക്കും. എപ്പോഴാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എ സ്റ്റാർ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് മിനിമം ഓഫ് എ സ്റ്റാർ ബി. അത് എന്റെ ബിയിലും മിനിമം ആരാണോ അതാണ് എ സ്റ്റാർ ബി. ഈക്വൽ ആണെങ്കിൽ അതന്നെ ആ എലമെന്റ്സ് തന്നെ ആയിരിക്കും. അപ്പൊ അത് ബൈനറിയോ കമ്പ്യൂട്ടേറ്റീവ് ബൈനറി ഓപ്പറേഷൻ ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ Z+ല് നമ്മൾ എ സ്റ്റാർ ഡാഷ് ബി എന്ന് പറഞ്ഞാൽ എ ആയിട്ട് ഡിഫൈൻ ചെയ്തു. എ സ്റ്റാർ ഡാഷ് ബി എന്ന് പറഞ്ഞാൽ എ, അതായത് എ സ്റ്റാർ ഡാഷ് ബി എന്ന് പറഞ്ഞാൽ അത് എ എടുത്ത് ഡിഫൈൻ ചെയ്യാൻ ഫസ്റ്റത്തെ എലമെന്റിന് ആണ് എ സ്റ്റാർ ഡാഷ് ബി എന്ന് പറഞ്ഞാൽ എ. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കൂല. കാരണം എന്താ 2 സ്റ്റാർ ഡാഷ് 3 എന്ന് പറഞ്ഞാൽ എന്താ 2 ആണ്. അതേ സ്ഥാനത്ത് 3 സ്റ്റാർ ഡാഷ് 2 എന്ന് പറഞ്ഞാൽ എന്താണ് 3 സ്റ്റാർ ഡാഷ് 2 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. 2 സ്റ്റാർ ഡാഷ് 3 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അത് രണ്ട് ഈക്വൽ ആണോ? അല്ല. 2 സ്റ്റാർ ഡാഷ് 3 നോട്ട് ഈക്വൽ ടു 3 സ്റ്റാർ ഡാഷ് 2. അപ്പൊ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അപ്പൊ കമ്മ്യൂട്ടേറ്റീവിനും പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു, കമ്മ്യൂട്ടേറ്റീവ് എല്ലാത്തിനും പറഞ്ഞു. നെക്സ്റ്റ് അസോസിയേറ്റീവ് ബൈനറി ഓപ്പറേഷൻ. ബൈനറി ഓപ്പറേഷനെ അസോസിയേറ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ എ സ്റ്റാർ ബി ബ്രാക്കറ്റിൽ എടുക്കുക, സ്റ്റാർ സി എന്ന് പറഞ്ഞാലും എ സ്റ്റാർ ബി സ്റ്റാർ സി ആവാം. എ സ്റ്റാർ ബി എയും ബിയും ഓപ്പറേറ്റ് ചെയ്തു, എന്നിട്ട് അതിനോട് ആ എലമെന്റ് റിസൾട്ടിന് സി കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു. അത് ഈക്വൽ ടു ബിയും സിയും ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ എ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റീവ്. അതായത് എ സ്റ്റാർ ബി സ്റ്റാർ ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഫോർ എവറി എ ബി കോമ സി. അങ്ങനെയാണ് അതിനെ അസോസിയേറ്റീവ് പറയുന്നത്. അപ്പൊ അഡീഷൻ അസോസിയേറ്റീവ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. അതേ സ്ഥാനത്ത് ഡിഫറൻസ് എന്നല്ല അസോസിയേറ്റീവ് അല്ല. ഇതാണ് അസോസിയേറ്റീവ് ചെയ്യുന്നത്.